അങ്ങനെ പറഞ്ഞ വാക്ക് ഡൊണാൾഡ് ട്രംപ് പാലിച്ചിരിക്കുന്നു. UFOകളെയും അന്യഗ്രഹ ജീവികളെയും കുറിച്ചുള്ള രഹസ്യ ഫയലുകൾ പെന്റഗൺ പുറത്തുവിട്ടിരിക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയാത്ത അസാധാരണ പ്രതിഭാസങ്ങൾ എന്നാണ് ഈ ഫയലുകളിലെ വിവരങ്ങളെ പെന്റഗൺ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ കൂടുതൽ സുതാര്യമാകുന്നതിന്റെ ഭാഗമായി ഫയലുകൾ പുറത്തുവിടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പെന്റഗണിന്റെ നടപടി. ഫയലുകൾ പുറത്തുവിട്ടുകൊണ്ട് പെന്റഗൺ നടത്തിയ പ്രതികരണം തന്നെ രസകരമാണ്. ആളുകൾക്ക് അവർക്കിഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കാം. അതെ, ഈ ഫയലുകളിൽ പറയുന്ന കാര്യങ്ങളിൽ പലതിനും വിശദീകരണങ്ങളില്ല. ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾക്കും ഭാവനയ്ക്കും അനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാം, വിശ്വസിക്കാം. ഡസൺ കണക്കിന് ഫയലുകൾ ഇപ്പോൾ തന്നെ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 1940-കൾ മുതൽ പലരും കണ്ട അത്ഭുത ദൃശ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഈ ഫയലുകളിലുണ്ട്. പുറത്തുവിട്ട രേഖകൾ പ്രകാരം 1947 മുതൽ 1969 വരെ റിപ്പോർട്ട് ചെയ്ത 12,618 UFO സൈറ്റിങ്ങുകളിൽ 701 സംഭവങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം കണ്ടെത്താനായിട്ടില്ല. കൗതുകമുള്ള കാര്യം ഈ ഫയലുകളിൽ നാസയുടെ ചാന്ദ്രദൗത്യമായ അപ്പോളോയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. 1960കളിലും 70കളിലും നാസയുടെ വിവിധ അപ്പോളോ പദ്ധതികളിലെ യാത്രികർ കണ്ടെത്തിയ അല്ലെങ്കിൽ സാക്ഷിയായ ഇതുവരെ രഹസ്യമാക്കി വച്ചിരുന്ന ശബ്ദരേഖകളടക്കം ഇതിലുണ്ട്. അപ്പോളോ 11 സഞ്ചാരിയായിരുന്ന ബസ് ആൽഡ്രിൻ വിശദീകരിക്കാനാകാത്ത പല പ്രതിഭാസങ്ങളും യാത്രക്കിടയിൽ കണ്ടതായാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അസാധാരണ തിളക്കമുള്ള പ്രകാശ സ്രോതസ് കണ്ടുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എന്താണെന്ന് അദ്ദേഹത്തിനോ നാസയ്ക്കോ ഇതുവരെ വിശദീകരിക്കാനായിട്ടില്ല. അപ്പോളോ 12 സഞ്ചാരിയായിരുന്ന അലൻ ബിൻ പ്രകാശ കണികകളും മിന്നലുകളും പാറി നടക്കുന്നത് കണ്ടതായി പറയുന്നു. ഈ കണികകൾ ചന്ദ്രനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പോലെ തോന്നിയെന്നാണ് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചത്. 1972 അപ്പോളോ 17 ദൗത്യത്തിലുണ്ടായിരുന്ന 2 ബഹിരാകാശ സഞ്ചാരികളും പേടകത്തിനുള്ളിലിരിക്കെ മിന്നുന്ന പ്രകാശം കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭൂമിക്ക് പുറത്തുള്ളവയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മനുഷ്യൻ വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും അനന്തമായ പ്രപഞ്ചവുമായി താരതമ്യപ്പെടുത്തിയാൽ ആ അറിവുകൾ ഒരു കടുകുമണിയേക്കാൾ ചെറുതാകും. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതിൽ പലതും അല്ലെങ്കിൽ മുഴുവനും തെറ്റാകാം, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ശരിയുണ്ടാകാം. അതുകൊണ്ട് സ്പേസിൽ ബഹിരാകാശ യാത്രികർ കണ്ട കാഴ്ചകളെ വിശദീകരിക്കാൻ മാത്രമുള്ള അറിവ് മനുഷ്യനില്ല എന്ന് കരുതി സമാധാനിക്കാം. അതുകൊണ്ട് മാത്രം ഏലിയൻസ് ഉണ്ടെന്നോ ഇല്ലെന്നോ ആധികാരികമായി പറയാനാകില്ല. പക്ഷെ ഭൂമിയിൽ കണ്ട വിചിത്രമായ കാഴ്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് കൂടുതൽ കൗതുകം. പുറത്തുവിട്ട ഒരു ഫയലിൽ 1965 ജെമിനി 7 ബഹിരാകാശ യാത്രയിലെ ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇതിൽ ബഹിരാകാശ സഞ്ചാരി ഫ്രാങ്ക് ബോമാൻ നാസ മിഷൻ കൺട്രോളുമായി സംസാരിക്കുന്നത് കേൾക്കാം. തന്റെ പേടകത്തിന്റെ ഇടതുവശത്തായി തിരിച്ചറിയാത്ത ഒരു വസ്തുവും ലക്ഷക്കണക്കിന് ചെറു കണികകളും കണ്ടതായാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. തിരിച്ചറിയാത്ത വിമാനങ്ങളെ സൂചിപ്പിക്കാൻ യുദ്ധവിമാന പൈലറ്റുമാർ ഉപയോഗിക്കുന്ന വാക്കാണ് ബോഗി. ഗോളാകൃതിയിലുള്ള തിളങ്ങുന്ന വസ്തുക്കൾ അഥവാ ഓബ്സ് ലോകത്തിന്റെ പല ഭാഗത്തും സൈനികർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫയലുകളിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപേ പലരും കണ്ട തിരിച്ചറിയപ്പെടാത്ത വിചിത്ര പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഡസൺ കണക്കിന് അവകാശവാദങ്ങളാണുള്ളത്. വട്ടത്തിലുള്ള ഒരു വലിയ വസ്തു നിലത്തുനിന്ന് ഉയർന്നു പോകുന്നത് കണ്ടതായി ഒരാൾ FBI-യോട് പറഞ്ഞതായി ഫയലിൽ കാണും. കൂടാതെ 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ US-ൽ തിളക്കമുള്ള വെളിച്ചത്തിൽ നിന്ന് ലോഹ വസ്തുക്കൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഈ ഫയലുകളിൽ US-ൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമല്ല, 2022 മിഡിൽ ഈസ്റ്റിലെ വെളിപ്പെടുത്താത്ത ഒരിടത്തു നിന്ന് പകർത്തിയ വീഡിയോയിൽ അണ്ഡാകൃതിയിലുള്ള ഒരു വസ്തു ഇടത്തുനിന്ന് വലത്തോട്ട് വേഗത്തിൽ പറക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇതൊരു പക്ഷേ മിസൈൽ ആകാമെന്നാണ് അനുബന്ധ റിപ്പോർട്ടിൽ പറയുന്നത്. 1994 താജിക്കിസ്ഥാനിൽ നിന്നുള്ള സംഭവം കുറച്ചുകൂടി കൗതുകമുള്ളതാണ്. താജിക്കിസ്ഥാനിലെ US എംബസിയിൽ നിന്ന് അയച്ച ഒരു സന്ദേശമാണിത്. ഇതിൽ പറയുന്നത് ഖസാക്കിസ്ഥാന് മുകളിലൂടെ വിമാനം പറത്തുകയായിരുന്ന താജിക് പൈലറ്റും 3 അമേരിക്കക്കാരും കണ്ട കാഴ്ചയെക്കുറിച്ചാണ്. അതായത് വിചിത്രമായ രീതിയിൽ ആകാശത്ത് പറക്കുന്ന അതിശക്തമായ പ്രകാശമുള്ള വസ്തുവിനെ കണ്ടുവെന്ന്. ഈ വസ്തു 90 ഡിഗ്രിയിൽ തിരിഞ്ഞ് സ്പ്രിംഗ് പോലെ ചുറ്റിത്തിരിയുകയും അതിവേഗത്തിൽ വട്ടത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത്രേ. ഇങ്ങനെ വടക്കേ അമേരിക്ക, കിഴക്കൻ ചൈന കടൽ, ഇറാഖ്, സിറിയ, UAE എന്നിവിടങ്ങളിൽ നിന്ന് സൈനിക സംവിധാനങ്ങൾ പകർത്തിയ വിശദീകരിക്കാനാകാത്ത ആകാശ വസ്തുക്കളുടെ 20-ലധികം വീഡിയോ ക്ലിപ്പുകൾ പെന്റഗൺ ശേഖരത്തിലുണ്ട്. ചില വീഡിയോകളിൽ 1 സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് അതിവേഗം പായുന്ന ചെറിയ രൂപങ്ങൾ കാണാം. മറ്റു ചിലവയിൽ
സൈനിക ക്യാമറകൾ പിന്തുടരുന്ന പതുക്കെ നീങ്ങുന്ന വസ്തുക്കളാണുള്ളത്. നമ്മുടെ നിലവിലെ സാങ്കേതിക ധാരണകളെ പോലും ചോദ്യം ചെയ്യുന്ന ചലനങ്ങളാണ് ചില വീഡിയോകളിൽ കാണുന്നത്. ഈ സംഭവങ്ങളിൽ പലതിനും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് ചില ഗവേഷകർ പറയുന്നത്. ക്യാമറ പിഴവുകൾ, അന്തരീക്ഷ പ്രതിഭാസങ്ങൾ, രഹസ്യ സൈനിക സാങ്കേതിക വിദ്യകൾ എന്നിവയും ചില റിപ്പോർട്ടുകൾക്ക് പിന്നിലുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. പക്ഷേ എല്ലാ സംഭവങ്ങൾക്കും ഇന്നുവരെ വ്യക്തമായ ഉത്തരമില്ല. പെന്റഗൺ ഇതിനെ വിശദീകരിക്കാൻ കഴിയാത്ത അസാധാരണ പ്രതിഭാസങ്ങൾ എന്ന് വിളിക്കുന്നത് തന്നെ ഇവ നിലവിൽ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഈ ഫയലുകൾ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും നമ്മളിവിടെ ഒറ്റയ്ക്കല്ലായിരിക്കാം എന്ന ചിന്തയ്ക്ക് വലിയ ആക്കം നൽകുന്നതാണ്. ഒരുപക്ഷെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ മാറ്റി എഴുതേണ്ടി വരുന്ന കണ്ടെത്തലുകളിലേക്കുള്ള ആദ്യ ചുവടുവെപ്പായിരിക്കാം ഇത്.